Hi everyone, welcome back to my another vlog. അപ്പോൾ ടൈറ്റിലിൽ തന്നെ മനസ്സിലായി കാണും, ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ലേറ്റസ്റ്റ് ആമസോൺ പർച്ചേസ്. അപ്പോൾ ഇത് കുറച്ച് നാളെ ഞാൻ ഇതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണേ. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ദാറ്റ്. ആൻഡ് ഇതിൽ ചില ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മേക്കപ്പ് പ്രൊഡക്റ്റ്, പക്ഷെ വേറെ കുറച്ച് ഇറ്റ്സ് എ നോൺ മേക്കപ്പ് പ്രൊഡക്റ്റ്. അപ്പോൾ ചിലത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചതുണ്ട്, ചിലത് മമ്മിക്ക് വേണ്ടിയിട്ടും മേടിച്ചതുണ്ട്. സോ ഐ എം ഗോയിങ് ടു collate everything into one video. Again, welcome back to my channel. If you are new to this channel, hi, I am Minna. I am from Kerala. I'm a small YouTuber who is into lifestyle vlogs. So yeah, let's get started. So the first product is Kajal Lakme Iconic Kajal. ഇത് മമ്മിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. This is actually how much is it? 180 rupees ആണ് ഇതിന് from Amazon, of course. So this is one product, the first one. Then next ഞാൻ മേടിച്ചത് ലാക്ടോ കാലമൈൻ ഒരു ഡെയിലി ക്ലെൻസിങ് വൈപ്സ് ആണ്. ആക്ച്വലി ഞാൻ സുഡിയോന്ന് ഞാൻ കുറച്ച് വൈപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, മേക്കപ്പ് റിമൂവൽ. ബട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയാ, സിംഗിൾ ആയിട്ട് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. മീൻസ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് എക്സ്പോസ് ആയി പോകും. നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഓപ്പൺ ചെയ്ത് വീണ്ടും സീല് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ അല്ല അത്. ഒരെണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ ഞാനത് ഓർക്കാതെ ഫുൾ അത് ഓപ്പൺ ആക്കി കളഞ്ഞു. അപ്പൊ അതിൽ പിന്നെയാണ് എനിക്ക് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ലൈക്ക് വി ഹാവ് ടു ഓപ്പൺ ആൻഡ് റീസീൽ ഇറ്റ്. അങ്ങനത്തെ വൈപ്സ് വേണം മേടിക്കാനുള്ളത്. സോ ദിസ് ഇസ് ദ വൺ ഐ ബ്രോട്ട് ആൻഡ് ഇറ്റ് ഈസ് അലോവേര ആൻഡ് കുക്കുംബർ വിത്ത് കുക്കുംബർ ആൻഡ് വിറ്റാമിൻ ഇ. അങ്ങനെ ഭയങ്കര ഫ്രേഗ്രൻസോ കാര്യങ്ങളൊന്നുമില്ല. സോ ദിസ് ഇസ് എ ഗുഡ് വൺ ടു യൂസ്. ഇപ്പൊ ഞാൻ റീസെന്റ് ഉപയോഗിക്കുന്നത് ഇതാണ്. ഇതിന്റെ ഒരു 2-3 പാക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ദ പാക്ക് ഓഫ് 3 അങ്ങനെ സിംഗിൾ ആയിട്ടും മേടിക്കാൻ കിട്ടും. ഐ തിങ്ക് ഇറ്റ് ഇസ് ഫോർ 65. സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ 65 rupees ആണോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദിസ് തിങ്. ഇതൊരു അടിപൊളി സാധനമാണ്. ഇറ്റ് ഈസ് ഇയർ ആൻഡ് നോസ് ഹെയർ ട്രിമ്മർ. ആക്ച്വലി മെൻസിന് അല്ലെങ്കിൽ വുമൻസിന് രണ്ട് ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദിസ് ഇസ് ഫോർ 429. ഇത് മൾട്ടി ഫങ്ഷണൽ ആണ്. ലൈക്ക് ട്രിം നോസ് ഹെയർ, ഇയർ ഹെയർ, ഐബ്രോസ് ആൻഡ് ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് ബിയർഡ്. ആർക്ക് വേണമെങ്കിലും മൾട്ടി ഫങ്ഷണൽ ആണ് ഇതിന്റെ ഉപയോഗം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് പോർട്ടബിൾ, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ആദ്യം ഞാൻ മേടിച്ചപ്പോൾ മമ്മിക്കാണ് മേടിച്ചത്. മമ്മിക്ക് മേടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ബട്ട് ഇതിന് ഒരു USB അവർ തന്നിട്ടുണ്ട് കോഡ്. സോ ഐ തിങ്ക് യു ഹാവ് ടു ചാർജ്. ഇത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. ദിസ് ഇസ് ദ കോഡ്. ദിസ് ഇസ് ദ തിങ്. This is how you use. Yeah. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് എനിക്ക് വേണ്ടിയിട്ട് ഈ ഗുവാഷയുടെ ഫേഷ്യൽ ടൂളാണ്. നമുക്കൊരു ഫേഷ്യൽ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഒരു മോർണിംഗ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു നൈറ്റ് റുട്ടീൻ പോലെ ഞാൻ ചെയ്യാൻ, മീൻസ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഒരു റുട്ടീൻ പോലെ ഞാൻ ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു മോർണിംഗ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു നൈറ്റ് റുട്ടീൻ, ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ വാണ്ട് ടു സ്റ്റാർട്ട് ദാറ്റ്. അപ്പം ഞാൻ പല റീൽസിലും ഷോർട്സിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗുവാഷ പലരും ഉപയോഗിക്കുന്നത്. സോ ഐ തോട്ട് ഓഫ് ബൈയിങ് വൺ. And every link will be in the description box, so please go and check if you want. And this is for 250 rupees. Yeah, 250 rupees. Next
ഈ ഗുവാഷ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഫേസ് ഓയിൽ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഐ ഹാവ് ബ്രോട്ട് ദിസ് ഫേസ് ഓയിൽ. ദാറ്റ് ഇസ് ഗ്രേപ്പ് സീഡിന്റെ ആണ്. ഇറ്റ് ഇസ് ഗുഡ് ഫോർ ലൈക്ക് ഓയിലി സ്കിൻ. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ആക്നെ സ്കിന്നും കൂടി ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ആൻഡ് ഇറ്റ് ഇസ് ₹4 298. ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. സോ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അധികം നമുക്ക് സ്മെല്ല് വന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ തന്നെ. ആൻഡ് നെക്സ്റ്റ് ഞാൻ മേടിച്ചത്, ഇത് ഞാൻ എക്സസൈസും ജിമ്മിനും ഒക്കെ പോകാൻ വേണ്ടി, ജിമ്മിന് ഞാൻ ഇപ്പൊ പോകുന്നില്ല, ബട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്സ് മേടിച്ചതാണ്. അപ്പൊ ഈ ചൂടത്തും കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ പാൻറ് ഇട്ടുകൊണ്ടൊക്കെ എക്സസൈസ് ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ആമസോണിൽ നിന്ന് ഞാൻ ഈ സംഭവം മേടിച്ചു. ഇത് ജോക്കിയുടെയാണ്. സോ ദിസ് ഇസ് ഗുഡ്. ഫിറ്റിംഗ് കറക്റ്റ് ഒക്കെയാണ്. ഞാൻ ഇത് ലാർജ് സൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മെഷർമെന്റ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മേടിക്കാം. ഐ ബോട്ട് ദിസ് ബ്ലാക്ക് വൺ. വേറെ കളർ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്കിപ്പോ ഓർമ്മയില്ല. ഉണ്ടാവണം, അറിയില്ല, നോക്കേണ്ടി വരും. സോ ദിസ് ഇസ് ഫോർ ₹330. ആൻഡ് പക്ഷെ ഇതിന്റെ ഒരു മൈനർ ഒരു പ്രശ്നം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് ട്രാൻസ്പെറന്റ്. അപ്പൊ ഇതിട്ടുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ജോഗിങ്ങോ അല്ലെങ്കിൽ വാക്കിങ്ങോ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബട്ട് അതർവൈസ് ഇപ്പൊ നമ്മൾ വീടിന്റെ അകത്തോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലായാൽ പോലും നമുക്ക് ഇത് ഇട്ടിട്ട് നമുക്കൊരു എക്സസൈസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. That's it. Next is going to be favorite sunscreen. ഇത് മമ്മിക്ക് വേണ്ടി മേടിച്ചതാണ്. UV Dox SPF 50. This is for ₹680. And this is for all skin. അപ്പൊ പിന്നെ you can use it. ഒരു മാറ്റ് ഫിനിഷിങ് കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ആണ്. മമ്മിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. എനിക്കും ഇഷ്ടമാണ്. ബട്ട് റീസെന്റ് ഞാൻ ഡോക്ക് ആൻഡ് കീയുടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതും നല്ലതാണ്. സോ സ്വിസ് ബ്യൂട്ടി ഈ ഒരു തിൻ ബ്രഷ് ആണ് ഞാൻ മേടിച്ചത്. ദിസ് ഇസ് ഹൈലൈറ്റിംഗ് ആൻഡ് ലാഷ് ബ്രഷ് ആണ്. സ്വിസ് ബ്യൂട്ടി ബ്രാൻഡിന്റെ. ഇതിന് അത്യാവശ്യം നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ ചില മേക്കപ്പ് ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ അവര് ഐ ഷാഡോ എടുത്തിട്ട് ഭയങ്കര എന്താ പറയാ ഒരു ഐലൈനർ പോലെ അവർ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല എന്റെ ബ്രഷും കൊണ്ട്. പിന്നീട് മനസ്സിലായി ബ്രഷ് വേറെ വേണോ എന്നുള്ളത്. സോ അപ്പൊ ഞാൻ വിചാരിച്ചതാണ് ഒരു തിൻ ബ്രഷ് മേടിക്കണം എന്നുള്ളത്. സോ ബ്രോട്ട് ഇറ്റ്. നെക്സ്റ്റ് നമ്മുടെ ലിസ്റ്റിലുള്ള ഐറ്റം ആക്ച്വലി കാണിക്കാൻ എനിക്ക് മടിയുണ്ട്. ദിസ് ഇസ് ആക്ച്വലി എ നോട്ട്ബുക്ക് ദാറ്റ് ഐ ബോട്ട് ഫ്രം ആമസോൺ. ഇതിനെന്തോ 95 അത്രങ്ങാണ്ടുള്ളൂ. എനിക്ക് എന്താ പറയാ സ്ക്രിപ്റ്റ് അല്ല, ജസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും എനിക്കൊരു പഠിച്ചിറങ്ങിയിട്ട് ഇപ്പൊ കുറെ നാളായി. ബട്ട് എപ്പോഴും ഒരു പെൻ ആൻഡ് പേപ്പർ അല്ലെങ്കിൽ ഈ ബുക്ക് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് ആവശ്യമാണ്. വെറുതെ എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ടു ഡു ലിസ്റ്റ് ആയിരിക്കാം പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ അന്നത്തേക്ക് വേണ്ടിയിട്ട്. പക്ഷെ എപ്പോഴും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എഴുതിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പൊ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ശരി, വെറുതെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ബുക്കും എന്റെ കയ്യിലുണ്ടാവും, ഒരു പെന്നുണ്ടാവും. ഞാൻ വെറുതെ വായിക്കുന്നത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഈവൻ അത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലാവില്ല ഞാൻ എന്ത് എഴുതിയേക്കണേന്ന്. ബട്ട് എന്നാലും ജസ്റ്റ് സ്ക്രിബിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ കാണുന്ന ഫ്രണ്ട്സ് ചോദിക്കും, നീ എന്താ എഴുതി പഠിക്കാണോ എന്ന്. ബാക്കിയുള്ളവർക്ക് അല്ലാതെ വായിച്ചു തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ എഴുതി പഠിക്കുന്നത്. ബട്ട് അതെന്തോ എന്റെ ഒരു ശീലം. അതെപ്പോഴാണ് എനിക്ക് ആ ഒരു ഹാബിറ്റ് വന്നു തുടങ്ങിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ബട്ട് എന്തായാലും ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോൾ ഞാൻ ഇതായിരുന്നു എന്റെ ഒരു രീതി. സോ ദിസ് ഇസ് ഓൾസോ ദ തിങ് ബ്രോട്ട് ഫ്രം ആമസോൺ. അതിന് 95 rupees എന്നാണ്. ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 100 പേജിന്റെ ആണ്. 200 പേജിന്റെ ഉണ്ട്. പ്ലെയിൻ ബുക്ക് ഉണ്ട്. ഞാൻ റൂൾഡ് ആണ് ഒരെണ്ണം മേടിച്ചത്. So the next product is a beauty sponge. എന്റെ ഒരെണ്ണം ഉണ്ടായത് ആകെ നാശമായി പോയി. അപ്പൊ ഞാൻ മേടിച്ചതാണ്. ബട്ട് ഒരു അബദ്ധം പറ്റിപ്പോയി. ആ പിക്ചർ ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. അതില്
അവര് ഞാൻ കണ്ട ഒരു ഷേപ്പ്, എന്താ പറയാ, ഒരു ഫ്ലാറ്റ് സർഫസും കൂടി ഉണ്ടായിരുന്നു. മീൻസ് ഇതുപോലെ പോയിന്റഡ് അല്ലാതെ ഒരു ഭാഗം അതിന്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയതിൽ അങ്ങനെ ഫ്ലാറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇതേപോലത്തെ ഒരു സ്പോഞ്ചാണ്. എന്നാലും കുഴപ്പമില്ല, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റാനൊന്നും നിന്നില്ല, ഇത് തന്നെ അങ്ങ് മേടിച്ചു. ഞാൻ ആദ്യം ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു പോയിന്റഡ് എഡ്ജ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഈ ഭാഗത്തോട്ടേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് ഒരു പോയിന്റഡ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ. പക്ഷെ എനിക്കത് ആമസോണിൽ എനിക്കത് ഞാൻ കണ്ടില്ല. സോ ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിന് എത്രയാണ്? 197 റുപ്പീസിന്റെയാണിത്. സോ യെസ്, അത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഞാൻ ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാനൊരു ഫേസ് ഓയിൽ, ഞാൻ നേരത്തെ ഈ ഫേസ് ഓയിലിന് പകരം മുമ്പ് ആദ്യം മേടിച്ചത് വേറൊരു ഫേസ് ഓയിലാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല, അതിന്റെ ഫ്രേഗ്രൻസ് ഉള്ളതാണ് ഞാൻ മേടിച്ചത്. ആ ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തലവേദന വരുത്തുന്ന ഒരു തരം ഫ്രേഗ്രൻസ് ആണ്. കാരണം ഈ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാര് എന്തെന്ന് പറഞ്ഞാൽ പറയുക, ഇത്തർന്നോ അങ്ങനത്തെ എന്തോ ഒരു പെർഫ്യൂം പോലത്തെ ഒരു മണം വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എനിക്കത് ഇത് തന്നെയാണോ വാക്കെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ മണമുള്ള ഒരു ഞാൻ അതിന്റെ പിക്ചർ കൂടെ കാണിക്കാം. എനിക്ക് റോസിപ്പ് റോസിപ്പ് ഓയിൽ, ഫേഷ്യൽ ഓയിൽ എന്തോ ആണ്. പക്ഷെ അത് ഫ്രേഗ്രൻസ് എനിക്ക് ഒട്ടും പറ്റാത്തതായതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ആ ഒരു പോയിന്റ്, ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഫേഷ്യൽ ഓയിൽ മേടിക്കണം എന്നുള്ളത്. എന്നിട്ട് ഞാൻ മാറ്റി. അതിൽ എത്രയായിരുന്നു? 188 ആയിരുന്നു ആ സംഭവത്തിന്. അതിന് പകരം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മേടിച്ചതാണിത്, സോയ. അത് ഫ്ലോപ്പായി പോയി. ചില ഐറ്റംസ് നമ്മൾ മേടിക്കുന്നത് ഫ്ലോപ്പായി പോകും, പക്ഷെ കുഴപ്പമില്ല. അത്യാവശ്യം അമ്മയുടെ നിന്ന് ചീത്ത കിട്ടെങ്കിലും കുഴപ്പമില്ല. ആൻഡ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ. സ്വിസ് ബ്യൂട്ടിയുടെ കുറച്ച് അധികം ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ് ലൈനർ ആണ്. ഒരു ബ്രൗൺ ഷെയ്ഡിന്റെ ആണ് ഞാൻ മേടിച്ചത്. ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബോബി ബ്രൗൺ 14 അതാണെന്ന് തോന്നുന്നു ഷെയ്ഡ്. ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന ലിപ് ലൈനറും അതാണ്. പക്ഷെ ഇതില് അവര് സ്മഡ്ജ് പ്രൂഫ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ബട്ട് ഇത് അങ്ങനെ സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല. നമ്മളിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോവും. എന്തുകൊണ്ടാണ് അതൊന്നും എനിക്കറിയില്ല. അതോ ഇനിയിപ്പോ എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല, ലിപ് ലൈനർ പ്രൊഡക്റ്റുകൾ. ബട്ട് ഇതങ്ങനെ സ്മഡ്ജ് പ്രൂഫ് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് നോട്ട് സ്മഡ്ജ് പ്രൂഫ് ആക്ച്വലി. സോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു പാതി ഫ്ലോപ്പ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് ഐ ഹവ് ബീൻ യൂസിങ് ദാറ്റ്. പറ്റുന്നതൊക്കെ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് ഐറ്റം. ഓക്കെ, ഈ സംഭവത്തിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു. ദിസ് ഇസ് ഫോർ 62 റുപ്പീസ് ആക്ച്വലി. 62 റുപ്പീസ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബ്ലൂ ഹെവന്റെ ഐബ്രോ എൻഹാൻസർ ആണ്. ദിസ് ഇസ് ദ പ്രൊഡക്റ്റ്. ബ്ലാക്ക് ആണ് ഞാൻ മേടിച്ചത്. അല്ല, ബ്ലാക്ക് ആണോ? ഏതായിരുന്നു ഷെയ്ഡ്? ഒരു ലിറ്റിൽ ബിറ്റ് ബ്രൗണി കളർ ആയിട്ടുള്ളതാണ് ഷെയ്ഡ്. കറക്റ്റ് ഷെയ്ഡ് ഞാൻ നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും എഴുതാം. ദിസ് ഇസ് ഫോർ റുപ്പീസ് 148. സോ അതിനൊരു കോംബ് ഉണ്ട്. ആൻഡ് ഹിയർ യു ക്യാൻ സി. I've been using it for a while right now. നമുക്കുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ബ്ലെൻഡിങ് ബ്രഷ് ആണ് ആക്ച്വലി. ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ്. സോ ഇറ്റ്സ് ബീൻ എ ക്വൈറ്റ് യൂസ്ഫുൾ തിങ്. ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള എനിക്ക് ഈ സംഭവം ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ അടുത്ത് മേടിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ്.
This is for rupees 125. Yeah, 125 is a bronzer makeup revolutionന്റെ ആണത്. സൂപ്പർ ബ്രോൺസർ ഇൻ ദ ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡ് ആണ് വരുന്നത്. ഷെയ്ഡ് ഞാൻ ഇവിടെ എഴുതാട്ടോ. എന്തോ ഗോപിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഉണ്ടെന്നോ. ആൻഡ് ദിസ് ഇസ് ഫോർ rupees 225. യാ, ഈ ഒരു ഐറ്റം കൂടി ഉണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം. ഞാൻ അത് പോയി എടുത്തിട്ട് വരാം. ദിസ് ഇസ് ദ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഐ ബ്രോട്ട് ഫ്രം ആമസോൺ. ഇത് ഐസ് റോളർ ആണ്, നമുക്ക് ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതൊരു എന്താ പറയാ, മോർണിംഗ് റുട്ടീനിന് വേണ്ടിയിട്ട് ഞാൻ പോയി സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു സംഭവമാണ്. ദിസ് ആക്ച്വലി എ വെരി ഗുഡ് പ്രൊഡക്റ്റ്. ഇതിന് ഇപ്പൊ ഐസ് റോളർ നമ്മള് മുഖത്ത് ഇട്ടെന്ന് വിചാരിച്ചാൽ അതിന് ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ എന്താ മോർണിംഗ് നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ മുഖമൊക്കെ ഒന്ന് പഫായിട്ടിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ജസ്റ്റ് ഒരു മുഖത്തിന് നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ ഇതിന് ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ബട്ട് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ്. ഇടയ്ക്ക് നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഐസ് ഒക്കെ ഇട്ട് ഫേസ് ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് ഫേസ് ചെയ്യും. ബട്ട് എന്താ പറയാ, നമ്മളിങ്ങനെ ഐസും കൊണ്ട് കഥകളി കളിക്കണം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്, അതുകൊണ്ട് ഇത്തിരി സ്റ്റക്കായിട്ട് അടിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രീസറിൽ നിന്ന് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് പുറത്ത് വെച്ച് ഇതൊന്ന് ഇത്തിരി ഒന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്താൽ, അതായത് ഇവിടം കൊണ്ടാണ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഐസ് വെച്ചിട്ട് റോൾ ചെയ്യാവുന്ന ഫേസ്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് തുറന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ടാപ്പിൽ നിന്ന് വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മൾ അടച്ച് ഫ്രീസറിലേക്ക് വെക്കുന്നത്. ആൻഡ് ദിറ്റ് ഇസ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ് ഫോർ 109. സോ അത്രയ്ക്കാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. ആൻഡ് എവറി ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, സോ പ്ലീസ് ഗോ ആൻഡ് ചെക്ക്. എനിക്ക് ഇതുപോലത്തെ ചിലപ്പോൾ ഞാൻ ചില വീഡിയോസുകൾ എടുത്ത് ഞാൻ കാണാറുണ്ട്. ചിലവരുടെ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവര് ആമസോണിൽ നിന്ന്, ചിലവർക്ക് കംപ്ലീറ്റ്ലി ഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും അവർ മേടിച്ചേക്കുന്നത്. ഞാൻ പിന്നെ അല്ലാത്ത അല്ലറ ചില്ലറ പ്രൊഡക്ട്സുകളാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഡ്രസ്സുകൾ ഞാൻ അത്യാവശ്യം കുറവാണ് ഞാൻ മേടിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു പർച്ചേസ്. കാരണം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനായിട്ട്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈസ് ഫിറ്റ് ആവോ അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്, ഡൗട്ട് ഉണ്ട് എനിക്ക്. ബട്ട് ഐ വാണ്ടഡ് ടു ട്രൈ. പണ്ട് ഒരു 3-4 വർഷം മുമ്പൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നാണോ അതോ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ വേറെ ആപ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പൊ കുറെ നാളായിട്ടില്ല. അപ്പൊ എനിക്ക് നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്തിടണമെന്നുണ്ട്. അങ്ങനെ ട്രൈ ചെയ്താൽ ഐ വിൽ ഓൾസോ മേക്ക് എ വീഡിയോ ഓഫ് ദാറ്റ്. So that was my latest Amazon collection. I hope you like this video. If you do, please do subscribe to my channel. It will be encouragement. And see you on my next video. Until then, bye.